ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2075. ഇന്ന് സെപ്റ്റംബർ മാസം 5-ാം തീയതി, 248-ാമത്തെ ദിവസത്തിലെത്തി. എങ്ങനെയാണ് ഒരാളെ തിരുത്തേണ്ടത്? എങ്ങനെയാണ് ഒരാളെ കൂടെ ചേർത്ത് പിടിക്കേണ്ടത്? നല്ല മാതൃകയായി മാറിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ മറിയം. യേശുവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മകനെ കാണാതെ പോയ അമ്മയും അമ്മയോട് ചേർന്നുള്ള അപ്പനും 3 ദിവസക്കാലത്തെ കഠിനമായ തെരച്ചിലുകൾക്ക്, ആകുലതകൾക്ക്, അന്വേഷണങ്ങൾക്കൊടുവിൽ യേശുവിനെ കണ്ടെത്തുന്നില്ലേ? വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തെന്നൊക്കെ അമ്മ ചോദിക്കുന്നില്ലേ? ഞാനും നിന്റെ അപ്പനും നിന്നെ എന്തുമാത്രം അന്വേഷിച്ചലഞ്ഞെന്ന്. പിന്നീട് അമ്മ നിശബ്ദതയാവുന്നുണ്ട്, മൗനം പാലിക്കുന്നുണ്ട്, പിന്നെ ഒന്നും മിണ്ടുന്നില്ല. യേശു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പിന്നീട്, വളർന്ന് മുതിർന്ന് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്കിടയിൽ, നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനെ അത് ബോധ്യപ്പെടുത്തണമെന്ന് യേശു ആഗ്രഹിക്കുന്നുണ്ട്. തമ്മില് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണമെന്ന് തന്നെ പറയുക. ഒരു ചോദ്യം പറച്ചിലൊക്കെ നല്ലതാണ്. അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രമല്ല, അതൊരു കറക്ഷനും കൂടിയാണ്, തിരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ്, ചൊവ്വാവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ യേശു കൃത്യമായി പറയുന്നൊരു വ്യവസ്ഥ. എന്ത്? നീയും അവനും തനിച്ചായിരിക്കുമ്പോൾ. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് യേശുവിന്റെ പഠിപ്പിക്കലുണ്ട്, നീയും അവനും തനിച്ചായിരിക്കുമ്പോൾ. ഇത് അമ്മയിൽ നിന്ന് കിട്ടിയതാവും, ആ നീതിബോധമുള്ള അപ്പനിൽ നിന്ന് പകർന്നു കിട്ടിയതാവും. നമ്മളുടെയൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ കറക്ഷൻ, തിരുത്തലുകളൊക്കെ വല്ലാതെ പബ്ലിക് ആവുന്നുണ്ടല്ലേ. അത് ശരിക്കും കൊല്ലാനുള്ള ഉദ്ദേശിച്ചാണ്, അത് നന്നാക്കാനുള്ള ആഗ്രഹത്തിലല്ല. നന്നാകണമെന്ന് ആഗ്രഹമേ ഇല്ല കേട്ടോ. നന്നാകാനേ പാടില്ലെന്നാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അസൂയയും പ്രതികാര വിചാരവും ഒക്കെ പറയുക. മറിയം എന്ന അമ്മ 3 ദിവസം കഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ മകനെ കണ്ടെത്തുമ്പോൾ ഒപ്പം വല്ലാതെ വലഞ്ഞൊരു പിതാവുമുണ്ട്, അപ്പനുമുണ്ട്. അപ്പനെ കൂടെ കൂട്ടിച്ചേർത്ത് നിർത്തിയിട്ട, ഞാനും നിന്റെ അപ്പനും എന്തുമാത്രം കഷ്ടപ്പെട്ടു, നീ കാരണം ബുദ്ധിമുട്ടി. പിന്നീട് എങ്ങനെയാണ് അമ്മ സംയമനം പാലിക്കുന്നത്? അറിയില്ല കേട്ടോ. അതാണ് അമ്മയുടെ മൗനവും ധ്യാനവും ഒക്കെ. അതുകൊണ്ട് തന്നെ അമ്മയുടെ മൗനത്തെ ഇനി മൗനമെന്ന് ചെറുതാക്കി വിളിക്കേണ്ട, ധ്യാനമെന്ന് നമുക്ക് വലുതാക്കി വിളിക്കാം. നമ്മൾ ഇന്ന് കാണുന്ന പലതുമല്ല ധ്യാനമെന്നും അപ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇന്ന് സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ്. ആ വലിയ മനുഷ്യനെ ഭാരതവും ലോകവും ഓർക്കുന്ന ദിവസമാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഭാരതത്തിന്റെ 2ാമത്തെ പ്രസിഡന്റ്, അധ്യാപക ദിനവും കൂടിയാണ്. അധ്യാപകരൊക്കെ കുഞ്ഞുങ്ങളെ തിരുത്താനായിട്ട് വല്ലാതെ മുറുകി നടക്കുകയാണ്. തങ്ങൾക്കൊപ്പമുള്ളവരായിട്ടാണ് മിക്ക അധ്യാപകരും കുഞ്ഞുങ്ങളെ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിയോഗികളായിട്ട്. എന്തൊക്കെയാണല്ലേ! എന്നിട്ട് ഈ തിരുത്തലുകൾ മുഴുവൻ വരുത്തുന്നത് ഈ ക്ലാസ് മുറിയിൽ വെച്ചാണ്. നന്നാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നന്നാക്കണമെന്ന് വിചാരമുണ്ടെങ്കിൽ, കുറെ കൂടി സ്വകാര്യതയിലേക്ക് അധ്യാപകര് കുഞ്ഞുങ്ങളെ തിരുത്തുന്നതൊന്ന് മാറ്റിയെടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അങ്ങനെ നമുക്കും എന്തു പണ്ടേ കുറെ കൂടി നന്നാകാമായിരുന്നു. പുരോഹിതർക്കും ബാധകമാണ്, സകലർക്കും ഇത് ബാധകമാണ്. പരിശുദ്ധ അമ്മ മറിയത്തിന്റെ മധ്യസ്ഥതയോടുകൂടി. ആമേൻ.